കേരളത്തിൽ കാലാവസ്ഥ പെട്ടെന്ന് അത്തരമൊരു ഗതി സ്വീകരിച്ചിരിക്കുന്നു. ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ ആകാശത്ത് വെറും മേഘങ്ങൾ മാത്രമല്ല കാണപ്പെടുന്നത്, മറിച്ച് വരും മണിക്കൂറുകളിൽ പല ജില്ലകൾക്കും വലിയ ബുദ്ധിമുട്ടായി മാറാൻ കഴിയുന്ന അത്തരമൊരു സിസ്റ്റം സജീവമായി കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് പറയുന്നത് ഇപ്പോൾ സാധാരണ മഴയുടെ കാലഘട്ടം പിന്നിലായി കഴിഞ്ഞു എന്നാണ്. കാരണം പല പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ, ശക്തമായ കാറ്റ്, ആകാശത്തെ മിന്നൽ സംഭവങ്ങൾ എന്നിവ ഒരേ സമയം കാണാൻ സാധിച്ചേക്കാം. ഏറ്റവും കൂടുതൽ ആശങ്കാജനകമായ കാര്യം കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിന്റെ നേരിട്ടുള്ള അർത്ഥം ഈ പ്രദേശങ്ങളിൽ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും അപകടകരമായ രൂപം സ്വീകരിച്ചേക്കാം എന്നും ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുമാണ്. കൂടാതെ നിങ്ങൾ തുടർച്ചയായി കാലാവസ്ഥയുടെ ഇത്തരത്തിലുള്ള ഏറ്റവും വേഗതയുള്ളതും കൃത്യമായ അപ്ഡേറ്റുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാലാവസ്ഥാ വകുപ്പിന്റെ അഭിപ്രായത്തിൽ ശക്തമായ മഴയെന്നതിനർത്ഥം വെറും സാധാരണ മഴയല്ല, മറിച്ച് 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയേക്കാം. അതായത് മേഘങ്ങൾ പൂർണ്ണ ശക്തിയോടെ പെയ്താൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പോലുള്ള സാഹചര്യമുണ്ടായേക്കാം. കൂടാതെ ഇവിടെ നിന്നാണ് അപകടം ഇനിയും വർദ്ധിക്കുന്നത്. കാരണം തുടർച്ചയായ മഴയോടൊപ്പം മിന്നലേൽക്കുന്ന സംഭവങ്ങളും ഉണ്ടായേക്കാം. സങ്കൽപ്പിക്കുക, പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടാൽ, ശക്തമായ ഇടിമുഴക്കം കേൾക്കുകയും അതിന് തൊട്ടുപിന്നാലെ കനത്ത മഴ ആരംഭിക്കുകയും ചെയ്താൽ. കൃത്യം അത്തരമൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലും ഉണ്ടാകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം ഏകദേശം 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശിയേക്കാം. ബാക്കി ജില്ലകളിലും നേരിയ മഴയുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതായത് 2 അല്ലെങ്കിൽ 3 ജില്ലകൾ മാത്രം ബാധിക്കപ്പെടുമെന്നല്ല, മറിച്ച് ഏകദേശം സംസ്ഥാനം മുഴുവൻ കാലാവസ്ഥ അസ്ഥിരമായി തുടരുകയാണ്. കൂടാതെ എപ്പോൾ വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറിയേക്കാം. ഏറ്റവും രസകരമായ കാര്യം എറണാകുളം, തൃശൂർ ജില്ലകളിൽ സാഹചര്യം ഇനിയും ഗുരുതരമായി കണക്കാക്കപ്പെടുന്നു എന്നതാണ്. കാരണം ഇവിടെ ഏതാനും മണിക്കൂറുകൾക്ക് തേക്ക് ഓറഞ്ച് അലേർട്ട് പോലുള്ള പ്രഭാവം കാണാൻ സാധിച്ചേക്കാം. ഇവിടെ ഇടിമിന്നലോടുകൂടിയ മിതമായതോ ശക്തമായതോ ആയ മഴയും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റും വീശാൻ സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കാറ്റിന്റെ ഇതേ വേഗത തുടരുകയാണെങ്കിൽ മരങ്ങൾ വീഴാനും വൈദ്യുതി വിതരണം തടസ്സപ്പെടാനും റോഡ് ഗതാഗതത്തെ ബാധിക്കാനുമുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചേക്കാം. അപ്പുറത്ത് കാലാവസ്ഥാ വകുപ്പിന്റെ 5 ദിവസത്തെ പ്രവചനം പറയുന്നത് വരും സമയങ്ങളിൽ മഴ തുടർച്ചയായി ഉണ്ടായേക്കാമെന്നാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ മഴയുടെ പ്രഭാവം തുടർച്ചയായി നിലനിൽക്കും. അതായത് മൺസൂൺ ഇപ്പോൾ ദുർബലമായി എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് കാലാവസ്ഥ ഇപ്പോൾ തികച്ചും വിപരീതമായ സൂചനയാണ് നൽകുന്നത്. മേഘങ്ങൾ ഇപ്പോൾ വീണ്ടും ശക്തി സംഭരിക്കുകയാണ്. കൂടാതെ ഇത്തവണ പ്രഭാവം കൂടുതൽ വലുതായേക്കാം. കൂടാതെ നിങ്ങൾ തുടർച്ചയായി കാലാവസ്ഥയുടെ ഇത്തരത്തിലുള്ള ഏറ്റവും വേഗതയുള്ളതും കൃത്യമായ അപ്ഡേറ്റുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാലാവസ്ഥ ആരും സങ്കൽപ്പിക്കാത്ത വിധത്തിൽ മാറിയേക്കാം. കേരളത്തിൽ മേഘങ്ങളുടെ ഗതി ഇപ്പോൾ സാധാരണമായി തോന്നുന്നില്ല. കൂടാതെ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇത് വരും തുടക്കമാണോ, അതോ വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും ശക്തമായ കൊടുങ്കാറ്റോടുകൂടിയ മഴയുടെ പിടിയിലാകാൻ പോകുകയാണോ? കാരണം കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത സൂചന ഇപ്പോൾ ഇനിയും ഭയപ്പെടുത്തുന്നതായി കാണപ്പെടുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത മുന്നറിയിപ്പ് ഇനിയും ഗുരുതരമായ സൂചന നൽകുന്നു. കേരളം മുഴുവൻ മഴ മാത്രമല്ല ആശങ്കയ്ക്ക് കാരണം, മറിച്ച് ഇടിമിന്നൽ, ആകാശത്തെ മിന്നൽ, ശക്തമായ കാറ്റിന്റെ സംയുക്ത പ്രഭാവം പല പ്രദേശങ്ങളിലും പെട്ടെന്ന് സാഹചര്യം വഷളാക്കിയേക്കാം. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മേഘങ്ങളുടെ സക്രിയത തുടർച്ചയായി ശക്തമായിക്കൊണ്ടിരിക്കുന്നതിന് കാരണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിൽ കാലാവസ്ഥ അതീവ സെൻസിറ്റീവായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇവിടെ നേരിയതോ മിതമായതോ ആയ മഴയോടൊപ്പം പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശിയേക്കാം. ഇതിന്റെ വേഗത 40 മുതൽ 50 കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുണ്ട്. മിന്നൽ പിണരുകളുടെ ആദ്യ സൂചന കാണുന്നതുടൻ തന്നെ ഏതെങ്കിലും സുരക്ഷിത കെട്ടിടത്തിനുള്ളിലേക്ക് പോകണമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറയുന്നു.
തുറന്ന മൈതാനങ്ങൾ, മേൽക്കൂര അല്ലെങ്കിൽ മരങ്ങൾക്ക് താഴെ നിൽക്കുന്നത് ഈ സമയത്ത് അതീവ അപകടകരമായി തെളിഞ്ഞേക്കാം. പലപ്പോഴും ആളുകൾ ഇതിനെ സാധാരണ മൺസൂൺ പ്രവർത്തനമായി കരുതി അവഗണിക്കുന്നു. എന്നാൽ ഈ ചെറിയ അശ്രദ്ധ വലിയ അപകടമായി മാറിയേക്കാം. ശക്തമായ കാറ്റിനൊപ്പം പറക്കുന്ന അവശിഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം എന്നതിനാൽ ജനലുകളും വാതിലുകളും അടച്ചിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉപകരണങ്ങൾ ഉടൻ വിച്ഛേദിക്കാനും കൊടുങ്കാറ്റ് സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട്. രസകരമായ കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മധ്യകേരളത്തിൽ ശക്തമായ മഴ കാണാൻ സാധിച്ചിരുന്നു, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ. എന്നാൽ അതിനുശേഷം മഴയുടെ അളവിൽ പെട്ടെന്ന് കുറവ് രേഖപ്പെട്ടു. ജൂൺ തുടക്കത്തിൽ അതീവ സക്രിയമായി കണ്ടിരുന്ന മൺസൂൺ കുറച്ചു സമയത്തേക്ക് ദുർബലമായിരുന്നു. ഇതുകൊണ്ടാണ് രാജ്യം മുഴുവൻ ജൂൺ 1 മുതൽ 17 വരെ ശരാശരി മഴ ഏകദേശം 38% കുറവ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് ജൂൺ അവസാന ഘട്ടത്തിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കാമെന്നാണ്. ഈ മാറ്റം ഇപ്പോൾ കേരളത്തിൽ വ്യക്തമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണൂരിലും കാസർഗോഡും നേരത്തെ തന്നെ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. അതേസമയം വരും സമയങ്ങളിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലും മഴയുടെ സമ്മർദ്ദം വർദ്ധിച്ചേക്കാം. ഇതിനുശേഷം എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ തുടർച്ചയായി കാലാവസ്ഥ മോശമായി തുടരാം. ഇതിന്റെ അർത്ഥം വ്യക്തമാണ്. ഇപ്പോൾ മേഘങ്ങൾ മാത്രം കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ചിത്രം പൂർണ്ണമായും മാറിയേക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. തുടർച്ചയായി മണിക്കൂറുകളോളം മഴ പെയ്യുകയും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ എത്തുകയും ഒപ്പം ഇടിമിന്നൽ സംഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ സാധാരണ ജനജീവിതം ബാധിക്കപ്പെടില്ലേ? യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സുരക്ഷിതരായിരിക്കാൻ കഴിയുമോ? താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത വർദ്ധിക്കില്ലേ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുടനീളം ആശങ്കയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ ഇപ്പോൾ വെറും കാലാവസ്ഥയല്ല, മറിച്ച് ഓരോ മണിക്കൂർ കഴിയുന്തോറും ഒരു പുതിയ മുന്നറിയിപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേരളത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഏതെങ്കിലും അംഗം ഈ ജില്ലകളിൽ താമസിക്കുന്നുവെങ്കിൽ ഈ വിവരം അവർക്ക് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.